നമ്മളങ്ങനെ ടൗണിലേക്ക് വരേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളത് കൊണ്ട് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പമ്പിൽ നിന്ന് കിട്ടിയ ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. ഈ വണ്ടിയിൽ പാൽഗോവ എന്ന് പറയുന്ന ഒരു സംഭവം ബെന്നിലാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ കാണുന്ന ബോക്സിലെല്ലാം തന്നെ പാൽഗോവയ്ക്ക് ഉപയോഗിക്കുന്ന ബെന്നാണ്. 3 പേരാണ് ഈ വണ്ടിയിലുള്ളത്. അവരും 3 പേരും ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ടാണ് ഈ വണ്ടിയുടെ ബാക്ക് ഭാഗം തുറന്നു തന്നിട്ടുള്ളത്. ഈ കാണുന്ന ബെന്നിലാണ് പാൽഗോവ നിറച്ച് കൊടുക്കുക. ഒരു ബെന്നിന് 15 രൂപ, 10 രൂപ, 20 രൂപ, ഇങ്ങനെ പല റേറ്റിലും ഇവർ പല ഏരിയയിലും പല റേറ്റും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പാത്രത്തിൽ മൊത്തത്തിൽ പാൽഗോവയാണ്. അതിങ്ങനെ സ്പൂണിലേക്ക് എടുത്തിട്ട് ആ ബെന്ന് പൊളിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് കാണാൻ സാധിക്കാറ്. നല്ല രുചികരമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാറില്ല. ഇങ്ങനെ പാൽഗോവ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ബെന്ന് പൊളിച്ചിട്ട് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. എനിക്ക് വളരെയധികം ഇഷ്ടമായി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഈ കാണുന്ന ടൗണിലൂടെ, അതായത് അനന്തപൂർ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ്. ബിസിനസ് ടൗൺ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നമ്മുടെ കാലിക്കറ്റ് പോലെയൊക്കെ പരന്ന് കിടക്കുന്ന ഒരു ടൗണാണ്, പരന്ന് കിടക്കുന്ന ഏരിയയാണ്. ടൗണ് സെൻട്രലായിട്ടും ചുറ്റുപുറം കൃഷിയിടങ്ങളും കാര്യങ്ങളുമാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് ഈ ഒരു ടൗണിൻ്റെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടി ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെ മനോഹരമാണ് എന്നുള്ളത് ഈ ഒരു അനന്തപൂരിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ ഈ വണ്ടിയുടെ സൈഡിലേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ ഡോറ് തുറന്നു വെക്കാനായിട്ട് ഇവർ ഉപയോഗിച്ച ഒരു മെത്തേഡാണ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത്. നമ്മുടെ കാറിൻ്റെ ഡിക്കി തുറന്നു വെക്കുന്നത് പോലെ കൂടുതൽ ലോങ് ടൈമിലേക്കായിട്ട് ചെയ്തു വെച്ചതുപോലത്തെ ഒരു പ്രത്യേക തരം ഡിസൈനിങ് ഇവർ ഇൻഡസ്ട്രിയിൽ നിന്നും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഒരു താങ്ക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരുമായിട്ട് പിരിയുന്ന കാഴ്ചയാണ്.